സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഞാൻ ജി സുഹാർ സാറ് CPM വിട്ടു എന്ന് കേട്ടപ്പോൾ സന്തോഷിക്കുന്ന ഒരു പഴയ SFI സെക്രട്ടറി അല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അത് ഉൾക്കൊള്ളാൻ കഴിയും. ഷേക്സ്പിയർ പഠിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടായ ഒരു സ്റ്റുഡൻറ് ലീഡറായിരുന്നു കൊല്ലത്ത്. അപ്പോൾ അതിൽ ആണ് ജി സുധാകരൻ MA അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കണമായിരുന്നു. വാസ്തവത്തിൽ അന്ന് DYFIയുടെ പ്രഥമ പ്രസിഡൻ്റായിട്ട് വരേണ്ടത് കഴിവ് കൊണ്ടും ത്യാഗം കൊണ്ടും എല്ലാം ജി സുധാകരൻ. ഒരു കോടിയേരി ഫാക്ടറിലുള്ള ഒരാളെ കാണുന്നുമില്ല. കോൺഗ്രസ്സിൽ ഒന്നിലേറെ നേതാക്കളുണ്ട്, അവിടെ ആരുമില്ല. അങ്ങനെ ഞാൻ കാണുന്നത്. BDJS വളരെ ദുഃഖിതരാണ്. പിണറായി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്ര പുനർകേന്ദ്രീകരണമാണ്. തിരുവനന്തപുരത്തുകാരികളായ 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സെക്രട്ടറിയും CMB സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോണാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ CP ജോൺ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതെ, താങ്കൾ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്, ശരിയല്ലേ? തിരുവനന്തപുരം സെൻട്രൽ സീറ്റാണ് എനിക്ക് വേണ്ടി പാർട്ടി ചോദിച്ചത്. അതിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വന്നിട്ടില്ല. അത് അങ്ങനെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ താങ്കൾ ഇതിനു മുമ്പ് കുന്നംകുളം ഉൾപ്പെടെയുള്ള വടക്കൻ ഭാഗത്തോ ആണ് കുന്നംകുളത്താണ് മത്സരിച്ചത്. അത് തിരുവനന്തപുരമാണ് താങ്കളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം ദീർഘകാലമായിട്ട്. അതെ. അതിനെങ്ങനെയാണ് ഒരു ജയസാധ്യത? തിരുവനന്തപുരം കോൺഗ്രസ് നയിക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ്. കൂടുതൽ തവണയും UDF ആണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല 2001 CMBയുടെ ജനറൽ സെക്രട്ടറിയും സ്ഥാപകനുമായിട്ടുള്ള MVR അന്ന് വെസ്റ്റ് എന്നുള്ള പേരിലാണെങ്കിൽ ആ മണ്ഡലമാണ് ഇതിലെ ഭൂരിഭാഗവും പ്രദേശങ്ങൾ. അവിടെ 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അതെ 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 ഞാൻ എപ്പോഴും ഒരു ബാക്ക് റൂം ബോയ് ആയിരുന്നല്ലോ ആ കാലത്ത്. അപ്പോൾ MVRൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടതുകൊണ്ടും പിന്നെ ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് CMB സംബന്ധിച്ചിടത്തോളം 2 മേയർമാർ ഉണ്ടായി. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ UDFന് അവകാശപ്പെടാനുള്ള 2 മേയർമാരുണ്ടായതും CMB നേതാക്കന്മാരാണ്. സ്റ്റാൻലി സത്യരേശനും MP പത്മനാഭനും. ഡെപ്യൂട്ടി മേയർമാരും ശാന്തമായ പോലുള്ള ഡെപ്യൂട്ടി മേയർമാരൊക്കെ ഉണ്ടായത് ഈ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ. അതുകൊണ്ട് തിരുവനന്തപുരം CMBയുടെ ഒരു കണ്ണൂർ കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. MVR അല്ല, കഴക്കൂട്ടത്തുനിന്ന് MVR ജയിച്ചിട്ടുണ്ട്. സ്റ്റാൻലി സത്യനേശൻ നേമത്തുനിന്ന് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മണ്ഡലങ്ങളിൽ നമ്മളിവിടെ ഈ ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. 91 ദീർഘകാല സൗഹൃദ ബന്ധങ്ങളടക്കം എനിക്ക് അതെ എനിക്ക് അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ 77 മുതൽ എന്നെ സമരത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ രേഖകൾ കാണും സ്റ്റേഷനിൽ. അന്ന് നടന്ന വിദ്യാർത്ഥി സമരങ്ങളിലൊക്കെ ഒരു 77 തൊട്ട് ഞാനിവിടെ ഈ സമരങ്ങളിൽ പങ്കാളിയായിരുന്നു. 80 SFI പ്രസിഡൻ്റായതിനു ശേഷം താമസവും ഒക്കെ തിരുവനന്തപുരത്തായി. വിവാഹം ചെയ്തതും തിരുവനന്തപുരത്താണ്. എന്തുകൊണ്ട് ഒരു തിരുവനന്തപുരത്തുകാരനാണ്? തിരുവനന്തപുരത്തുകാരികളായ 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഇപ്പോൾ അതേസമയം ഈ സീറ്റ് കോൺഗ്രസ്സിലെ ചിലരുമൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു പൂർണ്ണ സഹകരണത്തോടെയുള്ള അതിൽ തെറ്റില്ലല്ലോ. അതിലിപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റല്ല, ഞങ്ങൾ തോറ്റൊരു സീറ്റിലാണ് മത്സരിച്ച് ജയിച്ചത്. പക്ഷേ ജയിച്ചൊരു സീറ്റാണ് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ട് തോറ്റൊരു സീറ്റിലേക്ക് പോയത്. പിന്നെ ഞങ്ങൾക്കൊരു ജയിച്ച സീറ്റ് ഇതുവരെ അലോട്ട് ചെയ്തിട്ടുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഇപ്പോഴും ചോദിക്കുന്നില്ല. ഇപ്പോഴും അത് വേക്കൻറ്റ് സീറ്റാണ്, അതൊരു സിറ്റിംഗ് സീറ്റല്ല. പൊതുവെ ഇപ്പം താങ്കൾ UDF ജയിച്ച് വന്നാൽ താങ്കൾ ഒരു മന്ത്രിയായി കാണണമെന്ന് പോലും ആഗ്രഹിക്കുന്ന എതിർ കക്ഷികളിൽപ്പെട്ട ആൾക്കാർ പോലും ഉണ്ട്. താങ്കളെ പോലെ രാഷ്ട്രീയത്തിലും എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും അടക്കം വളരെ പരിണിതപ്രജ്ഞനായ ഒരാൾ സംസ്ഥാനത്തൊരു മന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇത്തവണ UDFൻ്റെ സാധ്യത എങ്ങനെയാണ്? എന്നെക്കുറിച്ച് അങ്ങനെ പല ആരോപണങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഒരു സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറഞ്ഞ പോലെ ഞാൻ 481 വോട്ടിനാണ് 2011 പരാജയപ്പെട്ടത്. അപ്പോൾ അന്ന് ജയിച്ചിരുന്നെങ്കിൽ നാച്ചുറലി 72 സീറ്റുകളല്ലേ അന്ന് ജയിച്ചുള്ളൂ. അപ്പോൾ 73ാമത്തെ സീറ്റായിട്ട് കുന്നംകുളമാണ് വരേണ്ടിയിരുന്നത്.
അപ്പോൾ അങ്ങനെ ആളുകൾ പറയുന്നതിൽ തെറ്റില്ല. കാരണം അന്നും 15 വർഷം മുമ്പ് തന്നെ അതാകാമായിരുന്നു. എന്തായാലും ഇപ്പോൾ യു ഡി എഫ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് സിറ്റിംഗ് പ്രട്ടി. അതിന് മുമ്പുണ്ടായിരുന്ന ഓരോ 5 വർഷങ്ങളുടെയും നമ്മൾ കണക്കെടുത്താൽ ഈ കഴിഞ്ഞ 5 വർഷം യു ഡി എഫ് നിരന്തരമായി തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു സ്ട്രീം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള ചേലക്കരയിൽ പോലും ബെറ്ററായി. പിന്നെ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ അവർ ജയിച്ചതും നമ്മൾ തിരിച്ചു പിടിച്ചു. പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ എപ്പോഴും യു ഡി എഫിനൊരു പ്ലസ് ഉള്ളതാണ്. അതിൽ തന്നെ നല്ലപോലെ വലിയ മാറ്റം മലബാറിലൊക്കെ വമ്പിച്ച മാറ്റം ഉണ്ടായി. പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ എതിരാളികളും അനുകൂലികളും ഇത്രയും ഒരു വിജയം ഉണ്ടാവുമെന്ന്, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ പോലും ഇത്രയും നല്ല വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ബെറ്ററാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു 943-ൽ 525 പഞ്ചായത്തുകളും യു ഡി എഫ് പ്രസിഡന്റുമാരാണ്. അതുപോലെ കോർപ്പറേഷനുകൾ എല്ലാ കാലത്തും ഇടത് കോട്ടകളായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പണ്ട് ഈ പറഞ്ഞ എം പി പത്മനാഭൻ പ്രസിഡന്റ് ചെയർമാനാവുന്നതൊക്കെ വളരെ ലോലമായ ചില എക്വേഷൻസിലാണ്. കേരളാമതിയായിട്ടൊക്കെ ഏറ്റവും അടുപ്പമുള്ള ആളാണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ 2 തവണ എം പി പത്മനാഭൻ ചാനലിലും അല്ലാതെ വേറൊരു മേയറും അവർ സത്യം പറഞ്ഞാൽ CPM-ൻ്റെ പ്രൊഡക്റ്റുകളാണല്ലോ. പക്ഷെ ഇപ്പോഴാണ് ഈ CPM-ൻ്റെ കോട്ട പൊളിഞ്ഞത്. അതും 55 സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് മാറി. പക്ഷേ അവിടെ BJP ജയിച്ചു എന്നുള്ള ഒരു രുചിക്കുറവ് ഞങ്ങൾക്കുണ്ട്. എന്നാൽ എറണാകുളം, തൃശ്ശൂർ, കണ്ണൂരൊക്കെ സ്വീപ്പ് ചെയ്തു. കോഴിക്കോടാണ് ഇതേപോലെ 50-60 കൊല്ലമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന CPM ഭൂരിപക്ഷം ഇല്ലാതായി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശുഭപ്രതീക്ഷയ്ക്ക് മാത്രമേ വകയുള്ളൂ. BJP-യുടെ ഒരു വളർച്ച ഏത് രീതിയിൽ പ്രതിഫലിക്കും? BJP-യുടെ വളർച്ച ഒരു ഘട്ടത്തിൽ നമുക്ക് എതിരായിട്ട് വന്നിരുന്നു. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, BJP-ലേക്ക് പോകുന്ന വോട്ടുകളിൽ UDF-ന് കിട്ടുന്ന വോട്ടുണ്ടാവുക. അപ്പോൾ BJP അത് നമ്മുടെ വോട്ട് അങ്ങ് പിടിച്ചുകൊണ്ട് മാറ്റിയിടുക. BJP വളരുന്നു എന്ന് കാണുമ്പോൾ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് UDF-ന് കിട്ടിയിരുന്ന വോട്ടുണ്ടല്ലോ, അത് ഇടതുപക്ഷത്തേക്ക് പോവുക. അപ്പോൾ ഡബിൾ ഡേഞ്ചറായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. BJP ഒരു പ്ലാറ്റ്യൂവിലെത്തി. BJP-യുടെ വളർച്ച മുരടിച്ചു എന്നൊന്നും ഞാൻ പറയല്ല, പക്ഷേ അതൊരു പീഠഭൂമിയിലെത്തി. നമ്മളിപ്പോൾ വയനാട് ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയല്ല, പിന്നെ അവിടെ പ്ലെയിനാണ്. അപ്പോൾ ആ തരത്തിലൊരു ഒരു 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 സ്ഥലത്തേക്ക് അവർ പ്ലാറ്റ്യൂവിലെത്തിയിരിക്കുകയാണ്. ഇനി വളർച്ച ഇല്ല എന്നാണ് എന്ന് ഞാൻ പറയല്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കയറിക്കൊണ്ടേയിരിക്കുകയല്ല. മാത്രമല്ല അവരുടെ മെയിൻ കക്ഷിയായിരുന്നല്ലോ BDJS, ഇപ്പോഴും ടെക്നിക്കലിയാണ്. പക്ഷെ BDJS വളരെ ദുഃഖിതരാണ്. 311 സീറ്റിലാണ് അവർ മത്സരിച്ചത്. അതിൽ 4 സീറ്റിലാണ് അവർ ജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെയാണല്ലോ അവർക്ക് ജയിക്കാൻ കഴിയുന്നത്. പാർലമെൻറ്റിലും അസംബ്ലിയിലും ജയിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് പിന്നെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾ പോലും അത് തുറന്നടിച്ചു. ഇവരെ കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതും ഞങ്ങൾക്ക് ഒരു ദോഷമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു OBC വോട്ടുകൾ BJP-യിലേക്ക് പോവുക, വ്യക്തമായിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ തന്നെ. മൈനോറിറ്റി വോട്ടുകൾ BJP-യുടെ വളർച്ച കണ്ടിട്ട് ഞങ്ങളെ തൊട്ട് പോവുക. ഇപ്പോൾ ആ സിറ്റുവേഷൻ ഒന്നും ഇല്ല. പക്ഷേ ഈഴവ വോട്ടുകൾ ഒരു കുറേയൊക്കെ CPM വിട്ടും പോകുന്ന ഒരവസ്ഥ വന്നില്ലേ? CPM വിട്ട് ഒരുപാട് BJP-യിലേക്ക് പോയി. പക്ഷെ അത് അറിയാതിരുന്നത്, പ്രത്യേകിച്ചും മുസ്ലിം മൈനോറിറ്റി വോട്ടുകൾ CPM-ലേക്ക് ചെന്നപ്പോൾ അത് കോമ്പൻസേറ്റഡ് ആയിട്ട് തോന്നി. ഈ തകർച്ച അവർ പുറത്ത് കാണിച്ചില്ല, അപ്പാരൻ്റ് ആയിരുന്നില്ല. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ UDF-ലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഇഴവ വോട്ടുകൾ പോയ വിടവ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലാണ് കണ്ടത്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും. അപ്പോൾ അത് അവർ ക്യാമഫ്ലാഷ് ചെയ്തതാണ്, മറച്ചു വെച്ചതാണ്. ഇപ്പോൾ അത് തെളിഞ്ഞു വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഹിന്ദു OBC വോട്ട് കിട്ടും. അതേപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിലെ തന്നെ പ്രയാസപ്പെടുന്ന മനുഷ്യരാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മലയോര ജനത, അവരിപ്പോൾ കണക്ക് പ്രകാരം ജനറൽ കാറ്റഗറി വരുന്നവരാണല്ലോ. കൃഷിക്കാർ, ധനിക കൃഷിക്കാർ, ഇടത്തരം കൃഷിക്കാർ, അവർ ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ടും വിലക്കുറവ് കൊണ്ടും അവിടെ അവർ കമ്മ്യൂണിറ്റിയും കാസ്റ്റും ഒന്നല്ല നോക്കുന്നത്, അവർക്ക് ജീവിക്കണ്ടേ. ഈ പാമ്പ് മുതൽ കാട്ടാന വരെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുക. അവർ നമ്മുടെ കൂടെ വരും.
കർഷകൻ കൃഷിയിടം വിട്ടോടി. അത് മൈഗ്രേഷൻ അല്ല, എക്സോഡസാണ്. ശരി. അതൊരു പുറപ്പാടാണ്. ഇനി ഞങ്ങളില്ല കൃഷിയിലേക്ക്, ഉപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ കമ്മ്യൂണിറ്റികളിലും പെട്ട ആളുകളുടെ ആണല്ലോ കൃഷിഭൂമി. കൃഷിഭൂമിയുടെ വില നമ്മുടെയൊക്കെ ഇപ്പം ഞങ്ങൾക്കൊക്കെ സാമാന്യ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ, ഒരു 19 വർഷത്തെ അനുഭവത്തിൽ കൃഷിഭൂമിയുടെ വില കുറഞ്ഞ കാലം ഉണ്ടായിട്ടില്ല. കൃഷിഭൂമിയുടെ വില 4-1 കുറഞ്ഞു. അതിനെയൊന്നും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഗവൺമെൻറ് അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഭരണ തുടർച്ചയാണ്. 3ാം LDF ഭരണം, അതൊരു 3ാം പിണറായി സർക്കാർ. അതൊരു പരസ്യവാചകമാണ്. പരസ്യവാചകമാണ്. അതെ, അത് നടക്കില്ല. അതെ, ആ പരസ്യവാചകത്തിൻ്റെ ഗുണദോഷമുണ്ട്. ഇപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം വിമർശനവും വിയോജിപ്പും ഉണ്ടായാലും ഒരു നേതാവുണ്ട്. നിങ്ങളുടെ നേതാവ് ആരാ UDF എന്ന് ചോദിച്ചാൽ ആരാണ്? പിണറായി വിജയൻ എന്നൊരു നേതാവുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിജയൻ എന്നൊരു നേതാവേ ഉള്ളൂ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. സ്ട്രോങ് ലീഡർ അല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ വർക്ക് ചെയ്തില്ലേ. അപ്പം അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തെ വിശ്രമത്തിന് വിടുകയായിരുന്നു വേണ്ടത്. അങ്ങനെ പറയാനും പക്ഷേ കോൺഗ്രസിൽ ഇപ്പം UDF കോൺഗ്രസിലെ നേതാക്കളാണ്. അതാണ്, കോൺഗ്രസിൽ ഒന്നിലേറെ നേതാക്കളുണ്ട്, അവിടെ ആരും ഇല്ല. അങ്ങനെ ഞാൻ കാണുന്നത്. ഒന്നിലധികം നേതാക്കൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നാച്ചുറലാണല്ലോ വോട്ടർമാർക്കിടയിലുള്ള ഒരു ആശയക്കുഴപ്പം. അത് നമ്മളൊരു മുഖ്യമന്ത്രി നമുക്ക് കോൺഗ്രസിലും UDFലും ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. 70 വയസ്സിന് താഴെയുള്ള, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 72-73 വയസ്സിന് താഴെയുള്ള ഒരു 10 നേതാക്കന്മാരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസിൽ തന്നെ ഇപ്പം MPമാരെ മത്സരിക്കുന്നതിനെ ചൊല്ലി വലിയ വിവാദവും തർക്കവും നടക്കുകയാണ്. ഇപ്പം കണ്ണൂരിലെ ഇന്നിപ്പം K. സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തമാണ് കണ്ണൂർ, അവിടെ നിന്ന് ഇതിനെ നയിക്കണം, ആ രീതിയിൽ. അങ്ങനെയുള്ള ഒരു പടലപ്പിണക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അത് വലിയ പ്രശ്നമല്ലേ? അല്ലാതെ കോൺഗ്രസ്സിൽ എപ്പോഴും ഒരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ അങ്ങനത്തെ കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ അമേരിക്കയിലെ പ്രൈമറീസ് എന്ന് പറയുന്ന പോലെ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും. അതിപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ വലിയ അടച്ചിട്ട കോട്ടകളാണെന്ന് കരുതുന്ന പിന്നെ CPMനും CPIയിലും എന്താ നടക്കുന്നത്? ഇപ്പം മുകുന്ദൻ എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥി ഷുവർ സീറ്റാണ് നാട്ടിക, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുകയാണ്. സാക്ഷാൽ G. സുധാകരൻ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ വിവാദ വിഷയം G. സുധാകരൻ അതാണ്. ഇപ്പം CPM എടുത്തു കഴിഞ്ഞാൽ ശ്രീ MV രാഘവൻ, ശ്രീമതി KR ഗൗരി, ആ ഒരു ശ്രേണി താഴോട്ട് വരുമ്പോൾ ഒരു തലയെടുപ്പുള്ള നേതാവാണ് G. സുധാകരൻ പാർട്ടി വിട്ടിരിക്കുന്നു. ഇതെങ്ങനെ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ? എനിക്ക് സത്യത്തിൽ ഞാൻ രാജേഷിന് മുമ്പിൽ മനസ്സ് തുറക്കുക, എനിക്ക് പ്രയാസമാണ്. G. സുധാകരൻ നമ്മുടെ കൂടെ UDFൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ഞാനതിൽ റിജോയ്സ് ചെയ്യാണ് ചെയ്യേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞങ്ങൾ സുധാകരൻ സാറിനാണ് അദ്ദേഹത്തെ വിളിച്ച് ശീലിച്ചത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷേക്സ്പിയർ പഠിപ്പിച്ച സ്റ്റുഡൻറ് ലീഡറായിരുന്നു. പഠിച്ചതല്ല, ഷേക്സ്പിയർ പഠിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടായ ഒരു സ്റ്റുഡൻറ് ലീഡറായിരുന്നു കൊല്ലത്ത്. അദ്ദേഹം കൊല്ലത്തായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതറിയാത്തവരോട് കൂടെ ഞാൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ നാട് മാവേലിക്കര താലൂക്കിലാണ്, ഇടമൂളയ്ക്കൽ. അപ്പോൾ അവിടുന്ന് കൊല്ലത്ത് പഠിക്കാൻ വന്നതാണ്. പക്ഷെ അവിടെ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം അധ്യാപകനായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു അതോറിറ്റി പോലെയായിരുന്നു. അപ്പോൾ എല്ലാവരും സുധാകരൻ സാറിനാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നേരിട്ട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുക ചെയ്തത്. ജില്ലയിലൊന്നും ആയില്ല. 70-ൽ SFIയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അപ്പം ഞാനൊക്കെ അന്ന് തൊട്ടേ എന്തുകൊണ്ടോ SFI ആണ്. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപകാലം. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഈയിടെ കണ്ടപ്പോൾ ഒരു വേദിയിൽ പറഞ്ഞു, അന്നത്തെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു പുസ്തകം, എന്താ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുസ്തകം, ഒരു മാസിക പോലെ. അപ്പോൾ അതിൽ ആണ് G. സുധാകരൻ MA, അന്ന് ഡിഗ്രി വയ്ക്കുമല്ലോ, ഡിഗ്രി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, G. സുധാകരൻ MA എന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ലേഖനം, അങ്ങനെ C. ഭാസ്കരൻ്റെ. അപ്പോൾ C. ഭാസ്കരനും G. സുധാകരനും, C. ഭാസ്കരൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇവർ രണ്ടാളും സ്റ്റേറ്റിലും ഭാരവാഹികളായിരുന്നു. അപ്പോൾ അവർ രണ്ടാളുമാണ് ഞങ്ങൾ കാണുന്ന മാതൃകാ പുരുഷൻ. പിന്നെയാണ് MA ബേബിയും പിന്നെ കൊടിയേരിയും എന്നുള്ള. ഇടയ്ക്ക് പൊറ്റക്കാടും ഒക്കെ, ദേവദാസ് പൊറ്റക്കാടൊക്കെ ഉണ്ട്, പലരുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുകയല്ല. അപ്പോൾ ഈ ഒരു ജോഡി അവർ വലിയ ആളുകളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഓർമ്മകളിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എത്രയോ ഇന്നിങ്സ് നേടിയല്ലോ, കഴിഞ്ഞല്ലോ. അതിൽ
ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളൊരു കഥ പറയാം. അതേ ഒരാളെ ചീഫ് എഞ്ചിനീയറായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ചീഫ് സെക്രട്ടറി, ഞാൻ ആൾ ആരാന്ന് പറയുന്നില്ല, ചീഫ് എഞ്ചിനീയറായിട്ട് ഫിക്സ് ചെയ്താൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. CMBയുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളായിരുന്നു. അപ്പോൾ എല്ലാവരും അതിശയത്തോട്, CMBയുടെ ബന്ധം കൊണ്ടല്ല, ഒരു നിലയ്ക്കും അയാൾക്കൊരു പൊളിറ്റിക്സും ഇല്ല. അപ്പോൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, അതെന്തിനാ അയാളെ വെച്ച്? അപ്പോൾ സുധാകരൻ്റെ മറുപടി, പിന്നെ സാറിൻ്റെ മറുപടിയാണ്, അയാൾ കക്കൂല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ ഈ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും പൈസ മേടിക്കില്ല എന്ന് ഉറപ്പുള്ള ആളെ ഞാൻ ചൂസ് ചെയ്തു എന്ന പോലത്തെ പരിപാടി. അതുപോലെ ഇപ്പോൾ MER ക്യാൻസർ സെൻ്ററിൽ സുധാകരൻ വഹിച്ച പങ്കിനെക്കുറിച്ച് അധികം ഒരുപക്ഷെ രാജേഷനെ അറിയണ്ടാവില്ല. അത് CN വിജയകൃഷ്ണൻ അത് തുടങ്ങുന്ന സമയത്ത്, MER മരിച്ചതിന് ശേഷമാണല്ലോ, തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈ സൊസൈറ്റി ഉണ്ടല്ലോ, ഈ സൊസൈറ്റി കൊടുക്കുന്ന പൈസ, ആ പൈസ മുതലും പലിശയും ഒരുമിച്ച് അടയ്ക്കാൻ തുടങ്ങിയാൽ അത് വയബിൾ ആവില്ല. അപ്പോൾ അതിന് സ്പെഷ്യൽ ഓർഡർ കൊടുത്തു. അതിൻ്റെ മുതൽ അടയ്ക്കുന്നതിനൊരു അഴവ് കൊടുത്ത് പലിശ അടയ്ക്കുക. അതൊരു വലിയൊരു സാമ്പത്തിക കാഴ്ചപ്പാടാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഇച്ഛാശക്തി. അപ്പോൾ ഓഡിറ്റർമാരുടെ ഒബ്ജക്ഷൻ, ഒരു ക്യാൻസറിനൊരു ആശുപത്രിയല്ലേ, നേരത്തെ പറഞ്ഞ പോലെയാണ്, നിങ്ങളത് തുടങ്ങിയില്ലല്ലോ, അത് തുടങ്ങട്ടെ. അപ്പോൾ അത് പിന്നെ CMB ആണ് തുടങ്ങുന്നതെന്നോ അത് വേറെ പാർട്ടിയാണെന്നോ മുന്നണിയാണെന്നോ മൂപ്പർക്ക് വാദമല്ല. സുധാകരൻ ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടറി വരെ ആകേണ്ട ഒരാളല്ലായിരുന്നു, ഈസി ആയിട്ട്. ആ രീതിയിലുള്ള സെക്രട്ടറി ലീഡർ. സത്യത്തിൽ ഇപ്പം ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെന്നാണ് എനിക്ക് പറയാം, നല്ലപോലെ അറിയുന്ന ആൾ. അദ്ദേഹം 80-ൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആവേണ്ട ആളാണ്. ഫസ്റ്റ് അഖിലേന്ത്യ, അന്ന് അദ്ദേഹം ഇവിടെ വൈസ് പ്രസിഡൻ്റാണ്. മനസ്സിലായോ? അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയണം. ഇംഗ്ലീഷുള്ള ഭാഷയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കണക്റ്റിംഗ് ലാംഗ്വേജ് ഒരു പ്രസംഗിക്കാനൊക്കെ വേണ്ടേ. അപ്പോഴാണ് EP ജയരാജനായത്. അപ്പം അത് നിന്ന് കണ്ണൂർ നമ്മുടെ MERനെയും താല്പര്യം അന്ന് EP ജയരാജനോടാണെന്ന് വെച്ചോളൂ. കണ്ണൂർ ലോബി വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. വാസ്തവത്തിൽ അന്ന് DYFIയുടെ പ്രഥമ പ്രസിഡൻ്റായിട്ട് വരേണ്ടത് കഴിവ് കൊണ്ടും ത്യാഗം കൊണ്ടും എല്ലാം സുധാകരനാണ്. CPM പറയുന്നത് 5 തവണ മത്സരിപ്പിച്ചു, 4 തവണ MLA, അതിലെന്താ 2 തവണ മന്ത്രിയായി, ജില്ലാ കൗൺസിലിന്റെ അധ്യക്ഷനായി, എത്രയോ വർഷം സിൻഡിക്കേറ്റ് മെമ്പറായി. ഇതെല്ലാം കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെയാണ് ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ബാലിശത്വം. നമ്മൾ ഈ ബാലിശമായിട്ടൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ മറുപടി പറയാൻ പറ്റില്ല. പറ്റുമോ? അതെനിക്ക് എന്നാൽ ചായ വാങ്ങിച്ചു തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ വർക്കല്ലേ. ഇപ്പോൾ പൊളിറ്റിക്കൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒന്നും ആവാതെ മാറിയുന്നവരുണ്ട്. ഇപ്പം ഞാൻ തന്നെ 54-ാമത്തെ വയസ്സിലാണ് മത്സരിച്ചത്. ഞാൻ മുമ്പ് മത്സരിക്കാമായിരുന്നല്ലോ, അത് ഇറ്റ്സ് മൈ ചോയ്സ്. അല്ലെങ്കിൽ അന്നത്തെ പാർട്ടിയുടെ തീരുമാനം MVR മത്സരിക്കുന്നു. MVR കൂടെ മത്സരിക്കുമ്പോൾ ഞാൻ ആദ്യം ഡൈവേൾജ് ചെയ്യാം. അന്ന് VS മലമ്പുഴ മത്സരിക്കുക. പൊടുന്നതിനെ ഒരു സജഷൻ വന്നു, CP ജോണിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കും, ജയിക്കൊന്നുമില്ല, VSനെതിരെ. അപ്പോൾ MVR വളരെ വലിയൊരു സമിതിയിൽ വെച്ചാണല്ലോ ആ ചർച്ച നടക്കുക. അപ്പോൾ MVR എന്നാ പിന്നെ നോക്കിയാലോ. അപ്പോൾ ഞാൻ MVRൻ്റെ ചെവി പോയിട്ട് പറഞ്ഞു, അപ്പോൾ ഇവിടെ ഇലക്ഷൻ വർക്കൊന്നും നടത്തണ്ടേ? ഞാൻ പറഞ്ഞു ഇത്തിരി റഫായിട്ട് തമാശയായിട്ടു. അപ്പോൾ ഈ ഇലക്ഷൻ വർക്ക് നടത്താനുള്ള ആൾ വരണ്ട. ഇവിടെ എളുപ്പമുള്ള സ്ഥലമാണോ ഫസ്റ്റ്? അന്ന് തോറ്റ സ്ഥലമല്ലേ? അപ്പോൾ അതാ എൻ്റെ അഭിപ്രായം. വെറുതെ ആവശ്യമില്ലാതെ പരിപാടി വെച്ചാൽ ഉദാഹരണത്തിന് അന്ന് ഞാൻ VSനെതിരെ സ്ഥാനാർത്ഥിയായാൽ അന്നത്തെ ഏറ്റവും വലിയൊരു ഇത് ഇപ്പം ഇന്ത്യ ടുഡേയുടെ കവർ പേജ് എന്നൊക്കെ പറയുന്ന പോലത്തെ വലിയ VS അച്യുതാനന്ദനെ എതിർത്ത് മത്സരിച്ചു. കാരണം എനിക്കും എഴുതി വരുമ്പോൾ പോലെ ടാഗുകളുണ്ടല്ലോ. ഒരു കാലത്തെ എൻ്റെ വിവാഹത്തിലെ മുഖ്യാതിഥി VS-ആ. അപ്പോൾ അതൊക്കെ ഫോട്ടോസൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിലൊന്നും അഭിരമിക്കുന്നവരല്ലല്ലോ നമ്മളൊന്നും. നമ്മൾ പാർട്ടി വർക്കല്ലേ ചെയ്യുന്നത്. സുധാകരനെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഒരു ഭാഗത്ത് എപ്പോഴും സുധാകരനുണ്ടായിരുന്നു. ഇപ്പം VSൻ്റെ ഒക്കെ ആളായിരുന്നു എന്ന് പറയുമ്പോഴും KR ഗൗരി അമ്മ പുറത്തു പോകുമ്പോൾ, ഇപ്പോൾ അവിടെ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു വികസന സമിതിയുടെ ചെയർപേഴ്സണായിട്ട് കരുണാകരൻ ലീഡർ, അന്ന് സുധാകരൻ ഏത് പക്ഷത്ത് വന്നു, പിന്നീട് VSൻ്റെ കാര്യത്തിൽ നിന്നു. ഇങ്ങനെ ഒരു പക്ഷത്ത് സുധാകരനുമുണ്ട്.
സുധാകരന് ഒരുപാട് ആംഗുലാരിറ്റികൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ്. പക്ഷെ ആ പ്രത്യേകതകളെയൊക്കെ ഇപ്പോൾ എന്നോട് ചിലപ്പോൾ എത്ര ദേഷ്യപ്പെടാനൊന്നും മൂപ്പർക്ക് പ്രത്യേകിച്ച് അനുവാദമൊന്നും വേണ്ട. അപ്പം ഞാനൊരു കാര്യം ചെയ്തത് ഇപ്പോഴായാലും പണ്ടായാലും ദേഷ്യപ്പെടാൻ ഒരു കാര്യമില്ല. ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രകോപിച്ച് അത് ന്യായമായൊരു കാരണം കൊണ്ടാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ പുസ്തകം ഒന്നും എഴുതാതെ ഇങ്ങനെ നടന്നാൽ മതി കേട്ടോ, ഇതൊരു ചടങ്ങിന് വെച്ച് കണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതെന്ത് പുസ്തകം? അതുപോലെ നീ ലേഖനം പണ്ട് എഴുതിയ ലേഖനമെല്ലാം കുത്തി കെട്ടിയിട്ട് പുസ്തകം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പുസ്തകമല്ല, മര്യാദയ്ക്കൊരു പുസ്തകം എഴുതണം, ഇരുന്ന് വർക്ക് ചെയ്യണം. പുള്ളി പക്ഷെ ശരിക്കും അപമാനിതനായെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ അമ്പലപ്പുഴയിലെ എന്തോ എച്ച് സലാമിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിന് പുള്ളിക്കെതിരെ ഒരു അതൊരുമാതിരി പുള്ളിയെ അപമാനിക്കാൻ പിന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഈ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ജി സുധാകരൻ അടക്കമുള്ള ആൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും വ്യക്തിപരമായ വിഷയങ്ങളല്ല. ഇതൊക്കെ ഞങ്ങളും അങ്ങനെ പിന്നീടാണ് പഠിച്ചത്. ഒരു സ്റ്റാലിനിസ്റ്റ് ഫ്രെയിം വർക്കിൽ നിന്ന് ഇതേ വരൂ. അങ്ങനെ വരാതെ രക്ഷപ്പെട്ടവർ ഭാഗ്യവാന്മാർ. മനസ്സിലായോ? അതെ അതെ. ജി സുധാകരനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വി എസ് ആയിട്ടൊരു താരതമ്യമല്ലേ. വി എസ് എത്രയോ വലിയ നേതാവാണ്. പക്ഷെ വി എസ് ഒരിക്കലും പാർട്ടി വിട്ടുപോയില്ല. അതിൽ അന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് വലിയൊരു റോളുണ്ട്. പക്ഷേ SFIയിൽ തൻ്റെ നേതാവായിരുന്ന, അതായത് ബേബി സംസ്ഥാന SFI പ്രസിഡന്റായിട്ട് വരുമ്പോൾ ജി സുധാകരൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സുധാകരൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ MA ബേബിക്ക് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ജി സുധാകരൻ സാറ് CPM വിട്ടു എന്ന് കേട്ടപ്പോൾ സന്തോഷിക്കുന്ന ഒരു പഴയ SFI സെക്രട്ടറി അല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ഘടനയിൽ നിന്നും മാറുന്നത് എനിക്കൊരു പക്ഷേ നല്ലതായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ എനിക്കത് കേട്ടിട്ട് ഞാൻ ആ വാർത്തകളൊന്നും വായിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം പകുതി കേട്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. അല്ല, പാർട്ടിയെ യഥാർത്ഥത്തിൽ ഉള്ളിൽ കൊണ്ട് കടന്നിരുന്ന ആൾക്കാർക്ക് വിഷമം ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണം, ആ കേസ് നടത്തിപ്പിനെ കുറിച്ച് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നടത്തേണ്ടി വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു മനസ്സ് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് പക്ഷേ അതിൽ ഞാൻ എന്നെ തന്നെ കൺസോൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, ഇതൊക്കെ സ്റ്റാലിനിസ്റ്റ് പാർട്ടികളെന്ന് കാലാകാലമായി ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ട്രോട്സ്കി മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ സുധാകരൻ വരെ ആയി. അല്ല, പക്ഷേ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരല്ലല്ലോ പാർട്ടിയുടെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്നവർ. ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ശ്രീ MA ബേബി അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ കഴിയുമായിരുന്നു. MA ബേബി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കണമായിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയപ്പോൾ എനിക്ക് വളരെയധികം ഒരു തൃപ്തി തോന്നിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, യൂസുഫാൻ വീട്ടിൽ പോയി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും, നടത്തി. ദെൻ ഐ തോട്ട് ബേബി ഒരു ഡിഫറെൻറ്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെ എല്ലാവരുടെയും വിട്ടുപോയവരെയൊക്കെ തുന്നിച്ചേർക്കുക. അപ്പോൾ ഞങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമൊക്കെ കുറേ കൂടെ അയവേറിയ ഒരു സമീപനം, അല്ലാതെ ബേബിക്ക് ചെറിയൊരു ഗൗരവപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷമൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് വളരെ നല്ലൊരിതാണല്ലോ. പക്ഷേ MA ബേബി എന്ന ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാജയമാണത്. അദ്ദേഹത്തിന് പോലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ കടിഞ്ഞാണ് എവിടെയാണ്? അദൃശ്യകരങ്ങളിലാണോ? ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടാണ് ജി സുധാകരൻ്റെ തിരോധി. പക്ഷേ ജി സുധാകരൻ ഒരു ഘട്ടത്തിലല്ല, കഴിഞ്ഞ VSൻ്റെ പക്ഷത്ത് നിന്ന് അദ്ദേഹം മാറിയ ശേഷം പിണറായി വിജയൻ്റെ ഏറ്റവും വലങ്കയും ആയിട്ടുള്ള ഒരാളായിരുന്നില്ലേ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴല്ലല്ലോ, അദ്ദേഹം KSYFൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആവുമ്പോൾ ജി സുധാകരൻ കൂടെ പ്രവർത്തിച്ച മറ്റൊരു ഭാരവാഹിയല്ലേ. അതെ, പെരുപ്പങ്കോട് മുരളി ഒക്കെയാണ് ആ കാലത്ത് കൂടെ ഉള്ളവർ, MV ജയകുമാർ, വൈക്കം വിശ്വൻ. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഒരാൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വന്നു. ഇപ്പോൾ പിലിപ്പം പ്രസാദ് മുതൽ ഞങ്ങൾ MVR ഞങ്ങളെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വന്ന് ആര് പിടിച്ചാലും നിൽക്കില്ല. ഇത് വെറും സംഘടനാ പ്രശ്നമല്ലേ. അപ്പോൾ ഒരു സംഘടനാ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് CPM എത്തി.
പണ്ടും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പണ്ടേ ഉണ്ട്, CPM ML മുതലുണ്ട്, അതാരും പിടിച്ചാൽ നിൽക്കില്ല. പക്ഷേ വെറും പ്രാദേശികമായ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതും സീനിയർ മോസ്റ്റ് ലീഡേഴ്സിനെ പിടിച്ചു നിർത്തണം, അദ്ദേഹം നിൽക്കാനുള്ള കാര്യം ചെയ്യണമെന്ന് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ലതാണത്. ബേബിക്കും പിണറായിക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. അങ്ങേറ്റം മോശമായിപ്പോയി അത്. ഇപ്പം തന്നെ ഈ സ്റ്റേച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഐഷ പോറ്റിയെ പോലെ ഒരു മുൻ MLA ഐഷ പോറ്റിയെ മാറുന്നു, അല്ലെങ്കിൽ പാലക്കാട് ഇപ്പം വിവാദ പുരുഷനാണെങ്കിൽ ശശി മാറുന്നു. അങ്ങനെ ശശി ഒറ്റയ്ക്കല്ല, രാജേന്ദ്രൻ മാറുന്നു. ചിലർ പറയുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കും. അതൊരു വലിയ നല്ല ഒരു ഞാനതിനോട് യോജിക്കുക. കോടിയേരിക്ക് ആളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവും കോടിയേരി പറയുന്നതിന് ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കോടിയേരിയുടെ അഭാവം CPM-നെ നല്ലപോലെ പിന്നെ അലട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ഒരു കോടിയേരി ഫാക്ടറിലുള്ള ഒരാളെ കാണുന്നുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഒരു ഫാക്ടറിക്കാരൻ ആരും ഇല്ല. എല്ലാവരും അവരവർക്ക് വേണ്ടി കളിക്കുകയാണ്, ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാണ്, അല്ല ടീമിന് വേണ്ടിയല്ല. ഇപ്പം ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ G. സുധാകരനെ UDF പിന്തുണയ്ക്കില്ലേ? അതിനാണല്ലോ സ്വാഭാവികമായിട്ടും സാധ്യതയുള്ളത്. പക്ഷെ നമുക്കൊരു മാതൃക ഇതിനു മുമ്പുണ്ട്. ഈ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്ന് പറയാതെ 1962 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അന്ന് പട്ടനാടുള്ള സാറിൻ്റെ ഏറ്റവും അടുത്ത ധനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ക്ലാസ്മേറ്റുമായിട്ടുള്ളതാണ് PS നടരാജപിള്ള. 100 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ കണ്ടുകെട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചു. അപ്പം അന്ന് നടരാജപിള്ള പറഞ്ഞത്, എന്നെ ആരും പിന്താങ്ങണ്ട, ഞാൻ മത്സരിച്ചോളാം. പിന്നെ ആരെങ്കിലും പിന്താങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദെയർ പ്രോബ്ലം, എൻ്റെ വിഷയമല്ല. നിങ്ങൾക്കിപ്പോൾ എന്നെ പിന്താങ്ങിയേ പറ്റുമെങ്കിൽ പിന്താങ്ങിക്കോ, പക്ഷെ ഞാൻ ആരുടെയും പിന്തുണ ആവശ്യപ്പെടില്ല. ഇനി ആരും പിന്താങ്ങിയിട്ടാണ് ഞാൻ ജയിച്ചതെന്ന് പറയൂല്ല. പക്ഷേ ഹി വൺ. അപ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക തിരഞ്ഞെടുപ്പാണ് 1962 PS നടരാജപിള്ള സാറിൻ്റെ വിജയം. അതിപ്പോൾ എല്ലാവരും മറന്നുപോയൊരു കാര്യമാണ്. അതുപോലെ മറ്റൊരു PS നടരാജപിള്ള ആവാം G. സുധാകരന്. അദ്ദേഹം മത്സരിക്കുന്നു. നിങ്ങൾ പിന്താങ്ങുന്നവരുടെ പ്രോബ്ലം, നിങ്ങൾ പിന്താങ്ങുകയോ പിന്താങ്ങാതിരിക്കുകയോ ചെയ്തോളൂ. UDF പിന്താങ്ങിയാൽ ആ വോട്ട് ഇങ്ങോട്ട് മറിയുകയും കൂടെ വേണ്ടേ? UDF പിന്താങ്ങിയാൽ G. സുധാകരന് വോട്ട് മറിയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം G. സുധാകരൻ അമ്പലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഒരു കടലാസ് ഒട്ടിച്ചാൽ തന്നെ ആളുകൾ അതിനോട് പ്രതികരിക്കില്ലേ? അപ്പോൾ അതിൽ LDF-ന് വൻ നഷ്ടമായിരിക്കും ആലപ്പുഴയിൽ വരാൻ പോകുന്നത്. ഇപ്പം തന്നെ വർഗവഞ്ചകൻ, കുലംകുത്തി ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ ശക്തി പ്രകടനം നടത്താൻ പോകുന്നു. അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയും? കാരണം ഇത് CMB-യിൽ താങ്കളൊക്കെ ഒരുപാട് ഞങ്ങളൊക്കെ അഭിമുഖീകരിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കൊന്നുമില്ല. അതിൽ പിണറായി ഇപ്പം ഈയിടെ ഒരു ഗസ്റ്റർ കാണിച്ചു. മമ്മൂട്ടി ആക്രമിക്കപ്പെട്ടു. എന്താ കാരണം എന്ന് കേട്ടാൽ നമുക്ക് ചിരി വരും. അദ്ദേഹം അവിടെ പിന്നെ വീടൊക്കെ കാണാൻ പോയപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കൂടെ ഒരു ചുവന്ന ഷർട്ടൊക്കെ ഇട്ട് ഒരു ജില്ലാ സെക്രട്ടറി അദ്ദേഹം പോയി നല്ല സ്റ്റൈലായിട്ടൊക്കെ നിന്നു. അപ്പം മമ്മൂട്ടിയും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതയുള്ള ആളാണല്ലോ. അദ്ദേഹത്തിന് ഒന്നാമത് വയ്യ. എന്തിനാ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്നത്? ഞാനിവിടെ ഒരു സ്വകാര്യ സന്ദർശനത്തിന് വന്നതല്ലേ എന്ന് ചോദിച്ചത് ആൾ കേട്ടു. ഇതിന് എതിരായിട്ട് മമ്മൂട്ടിയെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ഇപ്പം സൈബർ ബുള്ളിയിങ് ആണ്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൈബർ ബുള്ളിയിങ്ങും ഒന്ന് സൈബർ പ്രശംസയും, സൈക്കോഫാൻസി. സൈബർ സൈക്കോഫാൻസിയും സൈബർ ബുള്ളിയിങ്, സൈബർ ലിഞ്ചിങ്, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നല്ലൊരു കാര്യം ചെയ്തു, മമ്മൂട്ടിയോടത് ചെയ്തത് ശരിയായില്ല. ബാക്കിയുള്ളവരോടോ? ഞാനപ്പോൾ 100% ക്ഷമ ചോദിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞിട്ട് എന്ത് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളെന്താണ് സിനിമാക്കാരോട് ക്ഷമ ചോദിച്ചത്? പക്ഷെ ഞാനപ്പോൾ തുറന്നൊരു സമീപനം എടുക്കുക. പിണറായി വിജയൻ കാണിച്ചത് നല്ലൊരു കാര്യമാണ്, പക്ഷെ ഇതെല്ലാവരുടെ കാര്യത്തിലും വേണം. സുധാകരനെ ഈ രീതിയിൽ ഇപ്പം സുധാകരൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ശക്തി പ്രകടനം നടത്താൻ പോകുന്നു.
അല്ലെ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ പതിക്കുന്നു, ചീത്ത സൈബറിടങ്ങളിൽ വിളിക്കുന്നു. മുഴുവൻ അതിൽ വൃത്തികേടുകൾ പിണറായി വിജയൻ തന്നെ അല്ലേ കുലം കുത്തി എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത്, TP ചന്ദ്രശേഖരൻ്റെ അല്ലേ? അതെ. അപ്പം അത് TP ചന്ദ്രശേഖരൻ മരിക്കുന്നതിന് മുമ്പാണല്ലോ കുലം കുത്തി എന്ന് പറഞ്ഞത്. ആ കുലം കുത്തി എന്ന പ്രയോഗം TPയുടെ വധത്തിലേക്കുള്ള ഒരു പരവതാനിയായിരുന്നു. നേരിട്ടാരും പങ്കെടുത്തില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം. അപ്പം അതുകൊണ്ട് സുധാകരനെ പോലെ ഒരാളെ ബുള്ളി ചെയ്യാൻ പാടില്ല. അല്ല, അത്ര ഒരു കാര്യം പറയാനായിട്ടുള്ള ഒരു ആർജവം പാർട്ടി ജനറൽ സെക്രട്ടറി എങ്കിലും കാണിക്കണം. പാർട്ടി ജനറൽ സെക്രട്ടറി കാണിക്കണം. ഞാൻ ബേബിയെ വളരെയധികം വിമർശിക്കുകയാണ് ആ കാര്യത്തിൽ. അല്ല, MA ബേബി പറഞ്ഞത് ഇത് വളരെ ദുഃഖകരമാണെന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയ ഈ വിഷയത്തിൽ. അങ്ങനെ അനുശോചനം രേഖപ്പെടുത്താനല്ലോ ജനറൽ സെക്രട്ടറി. എൻ്റെ പാർട്ടിയിലുണ്ടാകുന്ന കാര്യങ്ങളിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാനും ചെറിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. ജനറൽ സെക്രട്ടറിയുടെ കരങ്ങൾ എപ്പോഴും ശക്തമായിരിക്കണം. എന്തായാലും സുധാകരൻ പാർട്ടി വിട്ടത് CPM-നെ വല്ലാത്ത രീതിയിൽ CPM-നെ ഹ്രസ്വകാലത്തിലും ദീർഘകാലത്തിലും ബാധിക്കും. കാരണം ഒന്നാമത് ഭുവനേശ്വരൻ്റെ സഹോദരൻ, അതുമാത്രമല്ല കായംകുളം, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ BJP ശക്തമായി. മാവേലിക്കര, ചെങ്ങന്നൂർ ആ ഭാഗങ്ങളിലൊക്കെ BJP യോടെ ശക്തമായി. അപ്പോൾ ആ BJP വളരുന്ന ഈ സന്ദർഭത്തിൽ സുധാകരനെ പോലൊരാൾ അയാൾ വിട്ടുപോകാൻ പാടില്ല. അങ്ങേര് വിട്ടു പോവാതിരിക്കാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള സൈബർ കടന്നൽ കൂട്ടങ്ങളെ അഴിച്ചു വിട്ടിട്ട് ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയിക്കുക, ഇതെല്ലാ പാർട്ടിക്കും ബാധകം കേട്ടോ. അതെ അതെ. ഈ സൈബർ ബുള്ളിങ് ആരും വൺ വേ ട്രാഫിക് ഒന്നുമല്ല. ഹരിചന്ദ്രന്മാരല്ല. ഹരിചന്ദ്രൻ. അപ്പം ഞാൻ 300 എപ്പിസോഡ് കഴിഞ്ഞു. രാജേഷ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എൻ്റെ ഫേസ്ബുക്ക് ലൈവ് 300 എപ്പിസോഡായി. അത് ശരി. ആഴ്ചയിൽ ഒന്ന് വീതം. ഇടയ്ക്ക് കാണാറുണ്ട്. ആഴ്ചയിൽ ഒന്ന് വീതം 300 കഴിഞ്ഞു. എന്ന് വെച്ചാൽ 6 വർഷമായി. ഈ മാർച്ച് 22-ന് 6 വർഷം തികയും. അത് ശരി. 6 വർഷം തികയും. ഈ അടുത്ത 22-ന് കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിലാദ്യമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ തെറി പറയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാരും അവരുടെ വക അവർക്ക് പറ്റണ പോലെ ഞാൻ ആരും പറയണ്ട, തെറി പറയുന്നത് ഒരു മാനസിക രോഗമാണെന്ന് മാത്രം എഴുതിയാൽ മതി. മാനസിക രോഗികളെ സഹതാപം രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയം പറഞ്ഞാൽ മറുപടി പറയാം. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിലിപ്പോൾ ഒരു 10-100 കമൻറ്റ് വന്നാലും ഈ തെറി പറയുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവൊന്നും കാരണം പറഞ്ഞിട്ടൊരു വിശേഷമില്ല. രാഷ്ട്രീയം വളരെ തരം താണോ എന്ന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബേപ്പൂർ മണ്ഡലത്തിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച PV അൻവർ, അദ്ദേഹം കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയെ മരുമകൻ അല്ലെങ്കിൽ മരുമകൻ ഇസ അവസാനിപ്പിക്കാൻ വേണ്ടി, അതൊക്കെ ഒരു ശരിയായൊരു കാഴ്ചപ്പാടാണ്. PA മുഹമ്മദ് റിയാസ് SFIയിലൂടെ വന്ന ഒരാളാണ്. SFIയിലൂടെ താഴെത്തട്ടിലൂടെ വന്ന് NK രാഘവനെതിരെ മത്സരിച്ചപ്പം 1000 താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തു എന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അത് എല്ലാവർക്കും ബാധകമാണ്. ആരും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കരുത്. അത് നമുക്ക് കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെയാണ് അതിലൊരു ഇതെടുക്കേണ്ടത്. പണ്ട് സുകുമാർ അഴീക്കോട് എടുത്ത പോലെ ഈ വ്യക്തി അധിക്ഷേപങ്ങൾക്കും തെറി പറച്ചിലുകൾക്കും ഒക്കെ ഒരു വിരാമം ഇടണമെന്ന് സാംസ്കാരിക കേരളം പറയണ്ടേ? അവർ ആസ്വദിക്കുകയാണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വഴിത്തിരിവാണ് മമ്മൂട്ടിക്കെതിരെ മാപ്പ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാവരും അംഗീകരിക്കുക. ദേശീയപാത റീച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തുന്നു. അതൊക്കെ രാഷ്ട്രീയമല്ലേ? അന്നേരം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് അമ്മായിയപ്പം വന്നില്ലേ, പിന്നെ മരുമോനെ വിളിക്കണമെന്ന്, അങ്ങനെയൊക്കെയുള്ള വളരെ വില കുറഞ്ഞതായിപ്പോയി. പക്ഷെ അതൊന്നും ഇടതുപക്ഷം ഉന്നയിക്കും ധാരാളം ലെസൺസ് പഠിക്കാനുണ്ട്. അതായത് ചെറിയ ഗുണ്ടയും വലിയ ഗുണ്ടയും വരുമ്പോൾ രണ്ടും ഗുണ്ടായിസമാണ്. ഇവർ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ MV രാഘവനെന്നും ഉമ്മൻചാണ്ടിയെന്നും പറഞ്ഞോ? MV രാഘവൻ്റെ മോനെയോ എന്നെ ഒന്നും വിളിക്കണ്ട. പറഞ്ഞോ? പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വികസന ചരിത്രത്തെ വളച്ചൊടിക്കുക. പിണറായി വിജയൻ നുണ പറഞ്ഞു. ലൈറ്റ്. MV രാഘവൻ എന്ന മന്ത്രിയാണ് വിഴിഞ്ഞം തുറമുഖത്തെ പൊടിതട്ടിയെടുത്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള എൻജിനീയറിംഗ് വർക്കും അതിൻ്റെ ഡ്രോയിങ്സ് പൂർത്തിയാക്കിയത്. 96-ലെ നായനാർ ഗവൺമെൻറ്റാണ് തുടങ്ങിയെന്നുള്ളത് നുണയല്ലേ? പക്ഷേ ഇപ്പോൾ
വലിയ ആളുകളുടെ അടുത്തുനിന്ന് അടി കൊള്ളുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ സഹായിക്കാൻ ചെല്ലേണ്ട കാര്യമില്ല. പക്ഷേ UDF മാന്യത കാണിച്ചു, വിളിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടനെ വിളിച്ചിട്ടുണ്ട്, എം പി രാജേഷിനെ വിളിച്ചിട്ടുണ്ട്. അല്ല, അവർക്ക് ദേശീയപാതയുടെ കാര്യം വരുമ്പം ദേശീയപാതയുടെ പാത ഇത് വരുന്ന സമയത്ത് ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണത്. അവരെ വിളിച്ചതൊക്കെ പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസി അടിസ്ഥാനത്തിലാണ് വിളിച്ചത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ കേരള ഗവൺമെൻറ്റിനെ വിളിച്ചിട്ടുണ്ട്. അല്ല, അത് ഈ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുകയും 5000-ലധികം കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, ഡിപ്പാർട്ട്മെന്റ് അല്ല. അല്ല, എന്നാലും പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കാമായിരുന്നു. അല്ല, അതൊക്കെ മര്യാദയാണ്. വികസന ചരിത്രം എല്ലാവരുടെയും, നമ്മുടെ വീട്ടിലെ പൈസയൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ പൈസയല്ല. ഇപ്പോൾ ചൂരൽമല രാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി എനിക്ക് പൊട്ടിച്ചിരിച്ച് ഞാൻ, നിങ്ങളെപ്പോലെ കല്ലിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ CPI കാരാ? CPI കാരാണോ 178 വീട് പണിത്? 750 കോടി ഉറുപ്പിക സംഭാവന വാങ്ങിയിട്ട് ഒരു 50 കോടി ഉറുപ്പിക ഇത് വീട് പണിതത്. പക്ഷേ ഒരു മിനിറ്റ്, മുസ്ലിം ലീഗ് സ്വന്തമായിട്ട് പിരിച്ചതോടതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നതല്ലേ? ഇതൊക്കെ എക്കനോളജി ചെയ്യണം. അതിനുള്ള വിശാല മനസ്കത CPM-നില്ല. പക്ഷേ CPM-ന് വളരെ മോശമായ പ്രതികരണം BJP-യിൽ നിന്ന് കിട്ടിയപ്പോൾ ഞങ്ങളത് ആസ്വദിക്കുന്നില്ല എങ്കിലും തർക്കമില്ല. അവർ പഠിക്കട്ടെ, ഞങ്ങളത് BJP-യെ സഹായിച്ചില്ലല്ലോ. അല്ലെ, വിവാദങ്ങളേറെ ഉണ്ടെങ്കിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു പൊതു അഭിപ്രായമുണ്ട്. എന്തു പറയും? ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ വർക്ക് നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡാണെന്നാണ് ഇവർ പറഞ്ഞത്. ആ റോഡിൽ ഇപ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമാക്കേണ്ട വന്നു, 5500 കോടിയാണ് അവർ കൊടുത്തത് 10 കൊല്ലം കൊണ്ട്. എന്ന് പറഞ്ഞാൽ 550 കോടി പെർ ഇയർ. ആനുവൽ പ്ലാനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ പ്ലാനിങ്ങിലുള്ളതുകൊണ്ട് 500 കോടി പെർ ഇയർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഒരു കോർപ്പറേഷൻ കൊടുക്കുന്ന പൈസയാണ്. റോഡിൻ്റെ കാര്യം മാത്രം, മറിച്ച് വേറെ അല്ല, എന്തൊക്കെ അത് ഒരു കോർപ്പറേഷൻ ഒരു വർഷം കൊടുക്കുന്ന പൈസയാണ് ഈ 500 കോടി എന്ന് പറയുന്നത്. നമ്മൾ പഞ്ചായത്തുകൾക്ക് 10-10,000 കോടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഈ 5000 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊന്നുമല്ല. പ്ലാനിംഗ് ബോർഡിൽ ക്ലറിക്കൽ ലെവലിൽ നടത്തുന്നൊരു കാര്യമാണ് അത്. ഇപ്പോൾ കാര്യമായ വികസന പ്രവർത്തനം നടന്നിട്ടില്ലെന്നാണോ? റോഡ് നന്നാക്കി, അത്രയേ ഉള്ളൂ. റോഡിൽ ടാറിട്ടു. മറ്റ് സ്കൂളുകൾ സ്കൂളിൻ്റെ കാര്യത്തിൽ കുറേ കെട്ടിടങ്ങൾ പണിത് ശരിയാണ്. ആ കെട്ടിടങ്ങളിൽ പഠിക്കാനുള്ള അത്രയും കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്കൂൾ പണിത് നന്നായി. പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വലിയ മുന്നോട്ടൊന്നും പോയില്ല. സ്കൂളുകൾ പണിയാൻ വേണ്ടി ഇത്രയും പൈസ ചിലവാക്കുന്നതിൻ്റെ സന്ദർഭത്തിൽ പ്രാദേശികമായ ഒരു തയ്യാറുണ്ടല്ലോ. അപ്പം അന്ന് നമ്മുടെ ശിവശങ്കരനില്ലേ, ഇപ്പം അദ്ദേഹം കുറച്ച് കേസിലൊക്കെ പെട്ടു. അദ്ദേഹം വിദ്യാഭ്യാസ സെക്രട്ടറി എന്ന കാലത്ത് MLA-മാരോടും MP-മാരോടും പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ സ്കൂൾ നന്നാക്കണമെങ്കിൽ നിങ്ങൾ പൈസ പിരിക്കുക, നിങ്ങൾ 100 രൂപ പിരിച്ച 100 രൂപ ഞാൻ തരാം. നേരത്തെ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇരട്ടി പണിയാമായിരുന്നു. ഇപ്പം ഈ പണിത സ്കൂളിൻ്റെ ഇരട്ടി പണിയാമായിരുന്നു. അപ്പോൾ ഇതിനെ മുഴുവൻ സെൻട്രലൈസ് ചെയ്തു. ലൈഫ് പദ്ധതിയാണെങ്കിലും ഈ സ്കൂൾ പദ്ധതിയാണെങ്കിലും ഇനിയിപ്പോൾ ജില്ലാ ബാങ്ക് ആണെങ്കിലും, ജില്ലാ ബാങ്ക് മുഴുവൻ കേരള ബാങ്ക് ആക്കിയല്ലോ. പിണറായി ഗവൺമെൻറ്റിൻ്റെ മുഖമന്ത്ര പുനർകേന്ദ്രീകരണമാണ്. ആ പുനർകേന്ദ്രീകരണം ഒരു ഇടതുപക്ഷ നയമല്ല. അതിൻ്റെ ആവശ്യമില്ല. തിരിച്ച് വികേന്ദ്രീകരണമാണല്ലോ ശരി. അപ്പോൾ വികേന്ദ്രീകൃതമായിരുന്ന വികസനങ്ങളെ കേന്ദ്രീകൃതമാക്കി ഷോക്കേസ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആളിപ്പടർന്നതാണ് ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള തർക്കം. പക്ഷേ UDF ഒക്കെ അതിൽ പലരും പറയുന്നുണ്ട് LDF ആയിരുന്നേ ഇപ്പോൾ എങ്ങനെ ഇരുന്നേനെ, UDF എന്ത് ചെയ്യുന്നു അതിൻ്റെ ആ വിഷയത്തിൽ? അതൊരു വിഷയമല്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഒന്നാമത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൻ്റെ അന്ത്യദിനങ്ങൾ എണ്ണിക്കൊണ്ട് കിടക്കുകയാണ്. നമ്മുടെ ഒരു ശത്രു അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു അന്ത്യത്തിലേക്ക് നിൽക്കുമ്പോൾ അയാളെ പിടിച്ച് കഴുത്തിന് പിടിക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ആദ്യം സംസാരിച്ചു ഇത് എന്ത് ചെയ്യാൻ പോവാണ്? തിരശ്ശീല വീഴാൻ പോവുക. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഈ പൊതുവെ ഒരു വർത്തമാനം UDF ഉള്ളിലുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല വരുന്നതായിരിക്കും ഘടകകക്ഷികൾക്ക് ഏറ്റവും പ്രിയം. അങ്ങനൊരു വാദമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയില്ല. മീനിങ് ഇപ്പോൾ ഞങ്ങളുടെ കക്ഷിയുടെ കാര്യത്തിൽ എനിക്ക് പറയണ്ടോ, ഏത് കക്ഷി നേതാവ് വന്നാലും
ആ കക്ഷി നേതാവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള നയം. അല്ല, ലീഗിനൊക്കെ പല കാര്യങ്ങളിലും അതൃപ്തി ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് ലീഗിൻ്റെ നേതാക്കന്മാർക്കല്ലേ അതറിയുള്ളൂ. മറ്റൊന്ന് ഈ UDF ഞാൻ ചോദിക്കട്ടെ, ലീഗ് ഏത് കോൺഗ്രസ് നേതാവിനെ വന്നപ്പോഴാണ് ഇയാളെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇപ്പം ലീഗിന് ഇപ്പം UDF നേരിടുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലീഗിനൊരു മേൽക്കൈ UDF വന്നാൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രചരണം വളരെ സമർത്ഥമായിട്ട് ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അത് ഇസ്ലാമോഫോബിയയുടെ മൊത്തക്കച്ചവടം CPM ഏറ്റെടുത്തിരിക്കുക. അത് വലിയ അപകടത്തിലേക്ക് അവർക്ക് ചെന്ന് ചാടും. കാരണം ഈ ഇസ്ലാമോഫോബിയ ഇപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് ഇസ്രായേലാണ് അതിൻ്റെ സ്രോതസ്സ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏജൻസിയാണ് ഇപ്പോൾ ഇവർ. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയത് ഇസ്രായേലുകാരാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ചെറിയൊരു ഒരു CNF CPM എടുത്തിട്ടുള്ള മാതിരിയാണ്. ഇതാ വരുന്നു, മുസ്ലിം ലീഗ് വരുന്നു, സൂക്ഷിച്ചോളൂ. ജമാഅത്ത് ഇസ്ലാമിയും കൂടെ ഉണ്ട് ഇത്തവണ. ആര് വേദന ഉണ്ടാവട്ടെ, നമുക്കിവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇവിടെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ സംഘടനകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റിയാണ്. അല്ല, ഉപമുഖ്യമന്ത്രി പദം വരെ ലീഗ് ചോദിച്ചേക്കും എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം. ഉപമുഖ്യമന്ത്രി പദം 45 കൊല്ലം മുമ്പേ ലീഗിനുണ്ടായിട്ട് വേണ്ടെന്ന് പറഞ്ഞതാ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആങ്സൈറ്റികളാണ്, റിയാലിറ്റി അല്ല. ഔക്കാദർ കുട്ടി നഹാ സാഹേബ് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നില്ലേ? CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ? പിന്നെ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് പിന്നെ മുഖ്യമന്ത്രി ആവാതെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവർ വേണ്ടാന്ന് വെച്ചിട്ട് എത്രയോ വർഷമായി ഈ ഉപമുഖ്യമന്ത്രി പദം. അപ്പോൾ ഇപ്പോൾ അത് എടുത്തിടുന്നത് എന്തിനാ? ഈ ഫോബിയ ഉണ്ടാക്കുക. പക്ഷെ ഫോബിയ ഉണ്ടാക്കുന്നതിൻ്റെ പ്രയോജനം BJPക്കാണ് കിട്ടുന്നത് എന്ന് CPMൻ്റെ അണികൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസിനെ അധികാരത്തിൽ വരുത്താതിരിക്കാൻ BJP CPMമായിട്ടൊരു ധാരണയിലേക്ക് പോകുമെന്ന് സംശയിക്കുന്നുണ്ടോ ചില മണ്ഡലങ്ങളിലെങ്കിൽ? അല്ല, അത് ബംഗാളിലുണ്ടായല്ലോ. ബംഗാളിൽ അവർ ഒന്നും ഇല്ലല്ലോ. അല്ല, അതില്ലാതെ കിടക്കുമ്പോഴും ചെയ്ത പണി അറിയില്ലേ? അല്ല, അവിടെ സഖ്യമല്ലായിരുന്ന കാര്യം. അല്ല, പഹലേ രാം പീച്ചെ ഭാം ബംഗാളിയിൽ പറയാണ്. റാം എന്ന് പറഞ്ഞാൽ BJP എന്നർത്ഥം. ആദ്യം BJP, പീച്ചെ ഭാം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം. ആദ്യം BJP വന്നോട്ടെ, പിന്നെ ഇടതുപക്ഷം വരാമെന്ന്. പക്ഷെ ആ സംഭവം അവിടെ ഇല്ലാതായി. കേരളത്തിൽ അങ്ങനെ പഹലേ രാം എന്ന് പറഞ്ഞിട്ട് അവിടെ ബംഗാളിൽ വിളിച്ച പോലെ വിളിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെയും എന്നാൽ BJP വന്നോട്ടെ. BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരാൻ എളുപ്പമല്ല കേരളത്തിൽ. അന്നേരം CPM വന്നോട്ടെ എന്ന് വേണേൽ ചിന്തിച്ചൂടെ? പരസ്പരം അവരങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരുടെയും തകർച്ചയും ഞങ്ങളുടെ വളർച്ചയായിരിക്കും എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാവരും അവരവരുടെ പാർട്ടിക്ക് വോട്ട് പിടിച്ചാൽ പോരെ? അതാ നല്ലത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അന്നേരം UDFൻ്റെ നിശ്ചിതമായ വിജയമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അപ്പോൾ താങ്കൾ ഉൾപ്പെടെ UDFന് എല്ലാ വിജയാശംസ. താങ്ക് യു.